ഹായ് ഓൾ, വെൽക്കം ടു ബിസിനസ് ഇന്ത്യ ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെയാണ് ഹോസ്പിറ്റലും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പൊ നേഴ്സും പേഷ്യന്റും ഡോക്ടറും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭാഷണമാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലെയുള്ള ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം നമ്മളിപ്പോ OP പോയി സംസാരിക്കുന്നതും ഇനിയിപ്പോ നമുക്കൊരു പനി വന്നു ഡോക്ടറോട് പോയി സംസാരിക്കുന്നതും ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു അഡ്മിറ്റ് ആയ പേഷ്യന്റ് ആണെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നേഴ്സിന് അവരോടും അവർക്ക് നേഴ്സിനോടും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറയാനൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭാഷണമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കൂടാതെ തന്നെ എനിക്കൊരു കമന്റ് കൂടി ഉണ്ടായിരുന്നു, ഞാൻ ദില്ലിയിലോട്ട് ജോലിക്ക് പോവുകയാണ്, എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി. ആ സമയത്ത് നേഴ്സ് ഉള്ളിലോട്ട് വരും അല്ലെ. ഇടയ്ക്കിടയ്ക്ക് നേഴ്സുമാര് വരുന്നതാണ്. അപ്പൊ നേഴ്സ് ആദ്യം ചോദിക്കുക എന്താണ്? എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം. എങ്ങനെയുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്? അഭി കേസേ ഹോ, അഭി കേസേ ഹോ, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്. ഇനിയിപ്പോ കേസാഹേ എന്നൊക്കെ ചോദിച്ചു വെച്ചിട്ട് മിസ്റ്റേക്ക് ഒന്നല്ല കേട്ടോ. നിങ്ങളുടെ വായിൽ എന്താണ് വരുന്നത് അത് ചോദിച്ചോളൂ. എന്നാലും നമ്മളിങ്ങനെ ചോദിക്കാം, അഭി കേസേ ഹോ, ഇപ്പൊ എങ്ങനെയുണ്ട്. ഇനി ഇപ്പൊ വേദനയുണ്ടോ എന്നാണെങ്കിൽ അഭി ദർദ് ഹൈക്യ, അഭി ദർദ് ഹൈക്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേദനയുണ്ടോ. ദർദ് എന്ന് പറയുന്നത് വേദന. നമുക്ക് വേദന ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദർദ് ഹേ എന്ന് പറയും അല്ലെ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അതല്ല, കുറവുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? വേദന കുറവുണ്ടോ? ദർദ് കം ഹുവാ ക്യാ, ക്യാ ദർദ് കം ഹുവാ, ക്യാ എന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ. ഇനി ആ ക്യാ യൂസ് ചെയ്യാതെ ദർദ് കം ഹുവാ എന്ന ടോണിൽ ചോദിച്ചാലും മതി. ക്യാ ദർദ് കം ഹുവാ, വേദന കുറഞ്ഞോ എന്ന് ചോദിക്കുന്ന. അപ്പൊ വേദന കുറഞ്ഞോ എന്ന് നമ്മൾ ചോദിച്ചു. ആ വ്യക്തി പറയാണ് വേദന കുറഞ്ഞി, അഭി കം ഹുവ, ഇപ്പൊ വേദന കുറഞ്ഞു. അഭി കം ഹുവ, ഇപ്പൊ കുറഞ്ഞു എന്ന് പറയുന്നതാ. ഇനി എന്താ ചോദിക്കുക? ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും അല്ലെ. പേഷ്യന്റിനോട് ഭക്ഷണം കഴിച്ചോ എങ്ങനെ ചോദിക്കുക? ക്യാ ഖാന ഖായ, ഖാന ഖായ. അവിടെ ക്യാ ചോദിച്ചില്ലെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ടോ. ഖാന ഖായ, ഭക്ഷണം കഴിച്ചോ. എപ്പോഴും നിങ്ങൾ ഈ ക്യാ ഖാന ഖായ ആ ക്യാ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ആവുമ്പോ ആ ഒരു സെന്റൻസിൽ ക്യാ ഉണ്ട് എന്ന് മാത്രം. ഓക്കെ, ഖാന ഖായ, ഭക്ഷണം കഴിച്ചോ. ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു എന്ന് നേഴ്സ് പറയാണ്. ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഏക്ക് ഇഞ്ചക്ഷനെ, അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചത് കേട്ടോ. അതല്ല, അല്ലാത്ത സിറ്റുവേഷനിലും ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ നേഴ്സുമാര് ചോദിക്കുക അല്ലെ. അവിടെ ഇങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ, ഏക്ക് ഇഞ്ചക്ഷനെ, നേരെ ഇരിക്കേ എന്നെങ്ങനെയാ പറയാ? നേരെ ഇരിക്കും. ഇപ്പൊ പേഷ്യന്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുത്തണമായിരിക്കാം അല്ലെ. ഇപ്പൊ BP ചെക്ക് ചെയ്യണം, എന്തിനെങ്കിലും ആയിക്കോട്ടെ. നേരെ ഇരിക്കുക എന്ന് പറയാനായിട്ട് സീതേ ബൈഠോ, സീതേ ബൈഠോ, സീതേ ബൈഠോ എന്നാ പറയണ്ട. കുറച്ചും കൂടി റെസ്പെക്ട് ചെയ്തിട്ട് സീതേ ബൈഠിയെ എന്ന് പറയാം. അത്ര അങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സീതേ ബൈഠോ എന്ന് പറഞ്ഞാലും മതി കേട്ടോ. സീതേ ബൈഠോ എന്ന് പറഞ്ഞാൽ നേരെ ഇരിക്കുക. BP ചെക്ക് ചെയ്യണം എന്ന് പറയും അല്ലെ. BP ചെക്ക് കർനാ ഹെ, BP ചെക്ക് കർനാ ഹെ, ചെക്ക് കർനാ ഹെ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. BP ചെക്ക് കർനാ ഹെ, BP ചെക്ക് ചെയ്യണം. ഇനി എന്താ നമ്മൾ ചോദിക്കുക? ബ്ലഡ് റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിക്കണം അല്ലെ. അതെങ്ങനെയാ ചോദിക്കുക? ബ്ലഡ് റിസൾട്ട് മിലായിക്ക, മിലായിക്ക, റിസൾട്ട് മില, റിസൾട്ട് മില, റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിക്കുന്ന. ഓക്കെ, അവിടെ ബ്ലഡിനെ പറയുന്നത് കൂൺ എന്നാണ് കേട്ടോ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചോദിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഇംഗ്ലീഷ്, ഇപ്പൊ BP എന്ന് പറയുന്നു, BP ചെക്കറിനായ, ബ്ലഡ് റിസൾട്ട് മിലായിക്ക, ഇതിനൊക്കെ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞാൽ മതിയാവല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കൂൻ എന്നാണ് കേട്ടോ. കൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ്. ഓക്കെ, അപ്പൊ ബ്ലഡ് റിസൾട്ട് മിലായിക്ക, ബ്ലഡ് റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിക്കുന്ന. അപ്പൊ ആള് പറയാണ് കിട്ടി. എങ്ങനെ പറയാ? മില, മില, കിട്ടി എന്ന് പറയുന്നത്. ഇനി അതുപോലെ എക്സ്റേ എടുപ്പിച്ചോ എന്നാണ് ചോദിക്കണെങ്കിൽ എക്സ്റേ എടുപ്പിച്ചോ എങ്ങനെയാണ്? എക്സ്റേ കർവായക്ക, കർവായ, കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, കർവാന എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ എക്സ്റേ സ്കാനർ എന്തും ആയിക്കോട്ടെ നമ്മളൊരു മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. എക്സ്റേ കർവായക്ക അല്ലെങ്കിൽ സ്കാനിങ് കർവായ, റിസൾട്ട് മില എന്നൊക്കെയാണ് ചോദിക്കേണ്ടത് കേട്ടോ. അപ്പൊ നേഴ്സ് പറയാണ് ഡോക്ടർ വരുമ്പോ കാണിക്കണം. എങ്ങനെയാ പറയണ്ടേ? ഡോക്ടർ വരുമ്പോ കാണിക്കണം. ഡോക്ടർ ആത്തെ വക്ത് ദിക്കാനാ ഹെ, ഡോക്ടർ ആത്തെ വക്ത് ദിക്കാനാ ഹെ. ഹിന്ദിയിൽ ശരിക്കും ഡോക്ടറിനെ പറയുന്നത് ഡാക്ടർ എന്നാ കേട്ടോ. അപ്പൊ അത്രയൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഡോക്ടർ ആത്തെ വക്ത് ദിക്കാനാ ഹെ എന്നാണ് പറയാ കേട്ടോ. ഡോക്ടർ വരുമ്പോ കാണിക്കണം. ഇനി കാണിക്കാൻ മറക്കരുത് എന്നാണെങ്കിലോ ദിക്കാനെ ഭൂൽനാ മത്, ദിക്കാനെ അല്ലെങ്കിൽ ദിക്കാനെ കേലിയെ ഭൂൽനാ മത് എന്നാ പറയാ. കാണിക്കാൻ മറക്കരുത്. ഡോക്ടർ ആത്തെ വക്ത് ദിക്കാനാ ഹെ, ദിക്കാനെ കേലിയെ ഭൂൽനാ മത്.
ഇവിടെ എത്ര വേർഡ്സ് ഉണ്ടെന്ന് അറിയോ? ഇവിടെ അത്തേ വക്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വക്ത് എന്ന് പറഞ്ഞാൽ സമയം, അത്തേ വക്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന സമയത്ത് എന്ന് പറയുന്ന. ദിക്കാന എന്ന് പറഞ്ഞാൽ കാണിക്കുക, ദിക്കാനാഹെ കാണിക്കണം. ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക, മത്ത് എന്ന് പറഞ്ഞാൽ അരുത്, ഭൂൽന മത്ത് മറക്കരുത് എന്ന് പറയുന്നതാ. ഇത്രയും വാക്കുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ആവശ്യമുള്ളത് എന്താണ്? വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 50 days ക്ലാസ് റണ്ണിങ് ആണ്. സ്റ്റാർട്ടിങ് മുതൽ ബേസിക്സ് മുതൽ പഠിപ്പിച്ച് വരുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ ക്ലാസ്സിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ആ സമയത്ത് പേഷ്യന്റ് ചോദിക്കുകയാണ്, ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവുമോ? നമ്മൾ ചോദിക്കാറില്ലേ പല സമയത്ത്, നമ്മൾ അഡ്മിറ്റ് ആയതോ അതല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും അഡ്മിറ്റ് ആയ സമയത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണിത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് ഡിസ്ചാർജ് കാണുമോ എന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ ആജ് ഡിസ്ചാർജ് ഹേക്കിയ, ഇന്ന് ഡിസ്ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന. ആജ് ഡിസ്ചാർജ് ഹേക്കിയ. അപ്പൊ നഴ്സ് പറയാണ് ഡോക്ടറോട് ചോദിക്കണം. അറിയില്ല എന്നായിരിക്കും ചിലപ്പോ പറയാ അല്ലെ. അറിയില്ല എന്നെങ്ങനെ പറയാ? എനിക്ക് അറിയില്ല, മുझे नहीं पता, മുझे नहीं पता, ഡോക്ടർ से पूछना है. ഡോക്ടറോട് ചോദിക്കണം എന്ന് പറയുന്നതാ. മുझे नहीं पता, ഡോക്ടർ से पूछना है, ഡോക്ടറോട് ചോദിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കില്ല ഡോക്ടർ എപ്പോഴാ വരിക, ഡോക്ടർ എപ്പോൾ വരും എങ്ങനെ ചോദിക്കും? ഡോക്ടർ കബ് ആയെങ്കെ, കബ് ആയെങ്കെ. ആ റെസ്പെക്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആയെങ്കെ എന്ന് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ആയേക്ക, എപ്പോൾ വരും, അത്രയും ചോദിച്ചാൽ മതി. കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്ലൂരൽ ഫോം വെക്കുന്നത് കേട്ടോ. കബ് ആയെങ്കെ, ഡോക്ടർ എപ്പോൾ വരും എന്ന് ചോദിക്കണം. അപ്പൊ നഴ്സ് പറയാണ് ഒരു മണിക്കൂർ എടുക്കും, റൗണ്ട്സിന് പോയിരിക്കുകയാണ്. എപ്പോഴും നഴ്സുമാര് പറയുന്ന കാര്യമല്ലേ. രാവിലെ ഇപ്പൊ നമ്മൾ ചോദിക്കണം ഡോക്ടർ എപ്പോഴാ വരിക എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. 1 മണിക്കൂറൊക്കെ എടുക്കും, റൗണ്ട്സിന് പോയിരിക്കുകയാണ്. ഇത്രയും പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഹിന്ദിയിൽ പറയും? ഏക് ഗണ്ടേ, 1 മണിക്കൂർ. ഗണ്ട എന്ന് പറയുന്നത് മണിക്കൂർ കേട്ടോ ഹിന്ദിയില്. അപ്പൊ ഏക് ഗണ്ടേ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ, 2 ഗണ്ടേ, 3 ഗണ്ടേ എന്നൊക്കെ പറയാം കേട്ടോ. അതുപോലെ അരമണിക്കൂർ എന്നാണെങ്കിൽ ആധാ ഗണ്ട എന്ന് പറയാം കേട്ടോ. ആധാ ഗണ്ട അതാണ് അരമണിക്കൂർ. ഇപ്പൊ ഏക് ഗണ്ടേ ലഗേങ്കെ, ഏക് ഗണ്ടേ ലഗേങ്കെ, 1 മണിക്കൂർ എടുക്കും അല്ലെങ്കിൽ 1 മണിക്കൂർ ആവും എന്ന് പറയുന്നതാ. പിന്നെ പറയാം അല്ലെ റൗണ്ട്സിന് പോയിരിക്കുകയാണ്. എങ്ങനെയാ പറയാം? ഡോക്ടർ റൗണ്ട്സ് കെ ലിയേ ഗയേ ഹേ, റൗണ്ട്സ് കെ ലിയേ ഗയേ ഹേ, ആനേമേ ഏക് ഗണ്ടേ ലഗേങ്കെ. വരാൻ വേണ്ടിയിട്ട് ആനേമേം എന്ന് പറയുന്ന കേട്ടോ. ആനേമേം ഏക് ഗണ്ടേ ലഗേങ്കെ, 1 മണിക്കൂർ എടുക്കും എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്, ചെറിയ ചെറിയ കോൺവെർസേഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് നേഴ്സും പേഷ്യന്റുമായിട്ട് സംസാരിക്കുന്നതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡോക്ടർ വരുമ്പോൾ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു നഴ്സ് കുട്ടി ചോദിച്ചതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൂടുതൽ അതിന് കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നഴ്സുമാർക്ക് പറയേണ്ടി വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലേ. നേരെ കിടക്കൂ, അതല്ലെന്നുണ്ടെങ്കിൽ മുറുക്കി പിടിക്കൂ. ഇപ്പൊ ബ്ലഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് മുറുക്കി ടൈറ്റ് പിടിക്കൂ എന്നൊക്കെ പറയത്തില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ വെക്കൂ, കാലിങ്ങനെ വെക്കൂ, മടക്കി വെക്കൂ, ഇങ്ങനെയൊക്കെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ പറയും അല്ലെ. അപ്പൊ നേരെ കിടക്കൂ എന്ന് പറയാനായിട്ട് നേരെ കിടക്കൂ, സീതെ ലേട്ടോ, സീതെ ലേട്ടോ, നേരെ കിടക്കൂ എന്ന് പറയുന്ന. പിന്നെ ടൈറ്റ് ആയിട്ട് പിടിക്കാൻ പറയും അല്ലെ. ടൈറ്റ് ആയിട്ട് പിടിക്കാൻ പറയുന്നത് ജോർസെ പക്കടോ, ജോർസെ പക്കടോ, ഓർ ജോർസെ, ഓർ ജോർസെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ടൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ജോർസെ പക്കടോ. ഇനി വിടാനാണെന്നുണ്ടെങ്കിലോ ചോടോ, പക്കടോ ചോടോ എന്നുള്ളതാണ് കേട്ടോ. ചോടോ, ഹത് ചോടോ, ഹത് ചോടോ എന്ന് പറഞ്ഞാൽ കൈവിടൂ എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ വെക്കൂ എന്ന് പറയാനാണെങ്കിലോ, നമ്മളിപ്പോ ഏതെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് പറയണ ഇങ്ങനെ വെക്കൂ, ഇങ്ങനെ വെക്കൂ എന്ന് പറയണമെങ്കിൽ ഏസാരക്കോ, ഏസാരക്കോ, കാലിങ്ങനെ വെക്കൂ, പേർ ഏസാരക്കോ എന്നാ പറയണ്ടേ. കൈ ഇങ്ങനെ വെക്കൂ, ഹാത്ത് ഏസാരക്കോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നഴ്സുമാര് പറയുന്നത് കേട്ടിരിക്കുന്നത് അല്ലെ. ഇനി അതുപോലെ ഡ്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയല്ലേ, അവരങ്ങനെ ഓൺ ചെയ്തിട്ടിട്ട് പോവും. കൂടെ നിൽക്കുന്ന വ്യക്തിയോട് പറയും ഇത് കഴിയുമ്പോ എന്നെ ഒന്ന് വിളിക്കണം എന്നാ പറയാ അല്ലെ. അപ്പൊ കാലി ഹോനെ പർ, കാലി എന്ന് പറയുന്നത് കഴിയുമ്പോ എന്നുള്ള അർത്ഥത്തിലാട്ടോ. കാലി ഹോനെ പർ, ഇത് കഴിയുമ്പോ എന്നെ വിളിക്കണം. മുझे बुलाना है, मुझे बुलाना है, എന്നെ വിളിക്കണം. കാലി ഹോനെ പർ മുझे बुलाना है. ഖാലി ഹോനെ സെ പെഹലെ എന്നാണെങ്കിലോ കഴിയുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. ചിലപ്പോ കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് പേടിയാവല്ല. അപ്പൊ കഴിയുന്നതിന് മുമ്പ് നമ്മൾ പോയി വിളിക്കും. കാലി ഹോനെ സെ പെഹലെ, ഇത് കഴിയുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം. ഇപ്പൊ നഴ്സിന് എങ്ങനെയാണ് പറയേണ്ടി വരുന്നത് അതനുസരിച്ചിട്ട് പറയണം കേട്ടോ. കാലി ഹോനെ പർ, ഇത് കഴിയുമ്പോൾ എന്നെ വന്ന് വിളിക്കണം. മുझे बुलाना है. കാലി ഹോനെ സെ പെഹലെ മുझे बुलाना है, ഇത് കഴിയുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം. ഇനി എന്താണ്? ഭക്ഷണം കഴിച്ചിട്ട് ഓരോ മരുന്നുകൾ കൊണ്ട് തരും അല്ലെ. നമ്മളോട് പറയും അല്ലെ, ഭക്ഷണം കഴിച്ചിട്ട് ഈ മരുന്ന് കഴിക്കണം, ഇത് ഇത്ര കഴിക്കണം, ഇത് ഇത്ര കഴിക്കണം എന്നൊക്കെ നഴ്സുമാര് പറഞ്ഞിട്ട് പോകും. അപ്പൊ
മരുന്ന് കഴിച്ചിട്ട് ഇത് കഴിക്കണം. എങ്ങനെ പറയാം? ഖാന ഖാക്കർ ഏ ലേന ഹെ, ദവായി ലേന ഹെ. ദവായി എന്ന് പറയുന്നത് മെഡിസിൻ. അവിടെ ഏ ലേന ഹെ അല്ലെങ്കിൽ ദവായി ലേന ഹെ, ലേന ഹെ എന്നാണ് നമ്മൾ പറയുന്നത്. മരുന്ന് കഴിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. ഖാനാഹെ എന്നല്ല പറയുന്നത്. ഇനിയിപ്പൊ ഖാനാഹെ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇപ്പൊ ഗുളിക കഴിക്കുക എന്നാണല്ലോ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ആ രീതിയിൽ ഇപ്പൊ ഖാനാഹെ എന്ന് പറഞ്ഞു പോയെന്ന് വെച്ചിട്ട് ഗോളി ഖാനാഹെ, ഗോളി എന്ന് പറയുന്നത് ഗുളിക. ഓക്കെ, അപ്പൊ ഗോളി ഖാനാഹെ എന്ന് പറഞ്ഞാൽ കഴിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഈ ഗോളിക്ക് രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. ഇവിടെ ഗുളിക എന്ന് പറയുന്നു, അതല്ല ഇപ്പൊ നമ്മൾ വെടിയുണ്ട എന്ന് പറയുന്നതും ഗോളി തന്നെയാണ്, ഗോളി കേട്ടോ. അപ്പൊ അത് മനസ്സിൽ വയ്ക്കുക. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ശരി, ഇപ്പൊ പറയാണ് ഇത് ഒരെണ്ണം കഴിക്കണം. ഇതവായി അല്ലെ, യദവായി ഏക് ലേന ഹെ, ഏക് ഒരെണ്ണം. പകുതിയാണെങ്കിലോ ആദാ, ആദാ ലേന ഹെ, ഒന്നും പകുതിയാണ് കൂടുതലും വരുള്ളൂ അല്ലെ. ആദാ ലേന ഹെ, 2 നേരം, രാവിലെയും വൈകുന്നേരം. അഡ്മിറ്റ് പേഷ്യന്റ് ആണെങ്കിൽ അവര് അതത് സമയത്ത് വന്നിട്ടാണ് നമുക്ക് തരിക. ഇനിയിപ്പോ നമ്മളെ വിടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ എഴുതി തരും അല്ലെ. 2 നേരം, സുബഹ് ഏക്ക്, രാത്ത് ഏക്ക്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ദോപ്പേറിൽ വരുന്നില്ല. ഉച്ച എന്ന് പറയുന്നത് ദോപ്പേറാണ് കേട്ടോ. 3 നേരമാണെന്നെങ്കിലോ 3 ബാർ, 2 നേരമാണെങ്കിൽ 2 ബാർ. സുബഹ് ഷാം, സുബഹ് ഏക്ക് ഷാം ഏക്ക്, അല്ലെങ്കിൽ രാത്ത്, രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി എന്നുള്ള അർത്ഥത്തിലാണ്. ഷാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം എന്നാണ് അർത്ഥാക്കുന്നത് കേട്ടോ. ഓക്കെ, ഉച്ച എന്ന് പറയുന്നത് ദോപ്പേർ. അപ്പൊ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നൊന്നും പറയില്ല. 3 നേരം കഴിക്കണം എന്നാ പറയാം. അവിടെ എങ്ങനെ പറയണം? 3 ബാർ, 3 ബാർ ലേന ഹെ, യദവായി 3 ബാർ ലേന ഹെ. ഈ മരുന്ന് 3 നേരം എടുക്കണം, കഴിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. 3 ബാർ ലേന ഹെ. ഇനി സിറപ്പാണെങ്കിൽ എങ്ങനെ പറയും? സിറപ്പാണെങ്കിൽ നമ്മൾ പറയാം അല്ലെ, ഒരെണ്ണം 2 എന്നല്ല പറയാ, 1 സ്പൂണ് അല്ലെങ്കിൽ 2 സ്പൂണ്, ഈ രീതിയിലാണ് പറയാം. അപ്പൊ 1 ടേബിൾ സ്പൂൺ ആണ്. എക് ചമച്ച്, എക് ചമച്ച്, ചമച്ച് എന്നുള്ളതാണ് സ്പൂൺ എന്നുള്ള വേർഡ് കേട്ടോ. സ്പൂൺ എന്ന് പറയാൻ ചമച്ച്. അപ്പൊ എക് ചമച്ച് ലേന ഹെ 3 ബാർ, 3 ബാർ എക് ചമച്ച് ലേന ഹെ. എന്താ പറഞ്ഞ? ഇത് 3 നേരം 1 സ്പൂൺ അല്ലെ, 1 സ്പൂണ് കഴിക്കണം. 3 ബാർ എക് ചമച്ച് ലേന ഹെ. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് കോമൺ ആയിട്ട് മെഡിസിൻസ് ഒക്കെ നമുക്ക് പറയാനുള്ളത് അല്ലെ. ഇനി എന്താ പറയാ? പേഷ്യന്റിനോട് പറയണം നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. എങ്ങനെ പറയണം? അച്ചേസെ പാനി പീന ഹെ, അച്ചേസെ പാനി പീന ഹെ. നന്നായി വെള്ളം കുടിക്കണം, അച്ചേസെ പാനി പീന ഹെ. ഇനി ഒരു ഡോർ അടിച്ച് പോകുമ്പോ പറയും അല്ലെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് നഴ്സുമാര് പറയും അല്ലെ. അഗർ കുച്ച് ഹേത്തോ, അഗർ കുച്ച് ഹേത്തോ മുझे ബുലാവോ, അഗർ കുച്ച് ഹേത്തോ മുझे ബുലാവോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്, അഗർ കുച്ച് ഹേത്തോ മുझे ബുലാവോ. അതങ്ങ് പറഞ്ഞ് നഴ്സ് അങ്ങ് പോയി. പിന്നെ ഡോക്ടർ വരുമ്പോ ഡോക്ടർ ചോദിക്കും അല്ലെ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ പറയണോ അല്ലെ, ഡോക്ടർ എനിക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചില്ല, അത്രയ്ക്കും വേദനയായിരുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. പേഷ്യൻസിന് പല പല അവസ്ഥകളാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് പറയേണ്ടി വരുന്നെങ്കിൽ ഇങ്ങനെയാണ് പറയാ, കൽ മേ സോ നഹി പായ, കൽ മേ സോ നഹി പായ. ഇത് വലിയൊരു സെന്റൻസ് ആണ്. ഇന്നലെ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്ന് പറയുന്നതാ. സക്ക പായ എന്ന് പറയുന്നത് കഴിഞ്ഞു, സാധിച്ചു എന്ന് പറയുന്നതാ. അപ്പൊ നഹി പായ അല്ലെങ്കിൽ നഹി സക്ക എന്ന് പറഞ്ഞ എന്താണ്? സാധിച്ചില്ല എന്ന് പറയുന്നതാ. കൽമേ സോ നഹി പായ അല്ലെങ്കിൽ കൽ രാത്ത്, രാത്രിയാണല്ലോ, കൽ രാത് മേ സോ നഹി പായ, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഉത്തന ദർദത, അത്രയ്ക്കും വേദനയായിരുന്നു എന്ന് പറയുന്നതാ. ഉത്തന ദർദത. ഇനി ഇതുപോലെ പല അവസ്ഥകളും പറയാനുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ തൊണ്ടവേദനയാണ്, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അതല്ലെന്നുണ്ടെങ്കിൽ കൈവേദനയാണ്, എനിക്ക് കൈ മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഡോക്ടേഴ്സിനോട് സംസാരിക്കും. അവിടെ തൊണ്ടേനെ പറയുന്നത് ഗല എന്നാണ്. ഗല ബഹുത് ദർദേ, തൊണ്ട നല്ല വേദനയാണ്, വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല. പനി പീ നഹി പാറാവും, പനി പീ നഹി പാറാവും. അവിടെ ഹും എന്നാണ് പറയുന്നത്. പീ നഹി പാരേ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു ഗ്രാമറിന് അധികം പ്രസക്തി ഒന്നും കൊടുക്കാതെ സംസാരിക്കാം. ഓക്കെ, പനി പീ നഹി പാറാവും എന്ന് പറഞ്ഞ എന്താണ്? വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. ഗല ബഹുത് ദർദേ, തൊണ്ട നല്ല വേദനയാണ് എന്ന് പറയുന്നതാ. ഇനി കൈ ഉയർത്താൻ പറ്റുന്നില്ല എന്ന് പറയും. കൈ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, എങ്ങനെയാ പറയാ? ഹാത്ത് ഊപ്പർ ഉട്ടാനായി പാറാവും, ഹാത്ത് ഊപ്പർ ഉട്ടാനായി പാറാവും, കൈ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല. ഇവിടെ ഉട്ടാന എന്ന് പറയുന്നതാണ് അവിടെ ഉയർത്തുക അല്ലെങ്കിൽ എടുക്കുക എന്നാണ് അർത്ഥത്തിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഉട്ടാനഹി പാറാവും, ഉട്ടാനായി പാരേ എന്ന് പറഞ്ഞ എന്താണ്? ഉയർത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ്.
ഇനി അതുപോലെ പല പല വേദനകൾ പറയാൻ നമുക്കറിയാം. ഇപ്പൊ തലവേദന എന്ന് പറഞ്ഞാൽ സിർദർദ് എന്നാണ് പറയാം. ബൗത്ത് സിർദർദ് എന്ന് പറഞ്ഞാൽ തലവേദനയാണ്. പനീനെ പറയുന്നത് ബുക്കാർ എന്നാണ്. ബുക്കാറെ, തേജ് ബുക്കാറെ എന്ന് പറഞ്ഞാൽ എന്താണ്? തേജ് എന്ന് പറയുന്നത് സ്ട്രോങ്, ശക്തമായ എന്നുള്ളതാണ് കേട്ടോ. തേജ് ബുക്കാറെ, നല്ല പനിയാണ് എന്ന് പറയുന്ന. അതുപോലെ തന്നെ ദർദ് എന്ന് പറഞ്ഞ വേദനയാണ്. അപ്പൊ കുറച്ചൊക്കെ ബോഡി പാർട്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ചേർത്ത് ഈ ദർദ് പറഞ്ഞാൽ മതി. കാന്തർദ് എന്ന് പറഞ്ഞാൽ ചെവി വേദന, ദാന്ത് ദർദ് പല്ല് വേദന. അങ്ങനെ ഓരോ ബോഡി പാർട്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ആങ്ക് എന്നാണ് കണ്ണിനെ പറയുന്നത്. ഈ ആങ്ക് ദർദ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് വേദനയാണ് എന്ന് പറയുന്ന. അപ്പൊ അതൊക്കെ പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കൂടാതെ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ വേദനകളെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ മറ്റൊരു ക്ലാസ് ആയിട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇനിയിപ്പോ ഡോക്ടർ വന്നു, ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഒക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് പറയാണ് ഇന്ന് ഡിസ്ചാർജ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ആജ് ഡിസ്ചാർജ്, ആജ് ഡിസ്ചാർജ്. എന്നിട്ട് നേഴ്സിനോട് പറയാം അല്ലെ, ഇനെ ഡിസ്ചാർജ് കരോ, ഇനെ ഇദ്ദേഹത്തെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇനെ ഡിസ്ചാർജ് കരോ, ഡിസ്ചാർജ് ചെയ്തോളൂ എന്ന് ഡോക്ടർ പറയുന്ന. ഇപ്പൊ മലയാളി നഴ്സുമാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഹിന്ദി അറിയുന്നവർക്ക് അറിയാം, അതല്ലാത്തവര് ഇപ്പൊ ഇതുപോലെ പുതുതായിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഇനി ഡിസ്ചാർജ് കരുമെന്ന് ഡോക്ടർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഡിസ്ചാർജ് ചെയ്തോളൂ എന്ന് പറയുന്നതാ. ഓക്കെ, പിന്നെ ഡോക്ടർ പറയാണ് അടുത്ത ആഴ്ച വന്ന് കാണിക്കണം, അടുത്ത ആഴ്ച വന്ന് കാണിക്കണം. ഒരു റിട്ടേൺ ചെക്കപ്പ് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പറയാനായിട്ട് അകലെ സപ്താഹ് ആകർദിക്കാനായി, അകലെ സപ്താഹ് അല്ലെങ്കിൽ അകലെ ഹഫ്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഫ്ത സപ്താഹ് ഇത് രണ്ടും വീക്കിനെ പറയുന്ന. അപ്പൊ അകലെ സപ്താഹ് ആക്കർ വന്ന് എന്നുള്ളതാട്ടോ, വന്നിട്ട് എന്ന് പറയുന്ന. അപ്പൊ അകലെ സപ്താഹ് ആക്കർ ദിക്കാനാഹെ കാണിക്കണം. ദിക്കാന എന്ന് പറഞ്ഞാൽ കാണിക്കുക, ദിക്കാനാഹെ എന്ന് പറഞ്ഞാൽ കാണിക്കണം. ഇത്ര മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ പറഞ്ഞത്. കുട്ടി കുട്ടി സെന്റൻസ് ഉള്ള കേട്ടോ. ഒരു അഡ്മിറ്റ് ആയ പേഷ്യന്റിനെ വെച്ചിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. അതല്ലാതെ ഇപ്പൊ ഡോക്ടറും നഴ്സും പേഷ്യന്റും ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇനി മുമ്പോട്ട് ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാം കൂടി നമ്മൾ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. ചെറിയൊരു സിറ്റുവേഷൻ പറഞ്ഞ് അവിടെ പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. കൂടാതെ തന്നെ നമ്മുടെ ഈ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, നമ്മുടെ ഈ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു സ്പോക്കൺ ഹിന്ദിയുടെ 50 days ക്ലാസ് റണ്ണിങ് ആണ് കേട്ടോ. ബേസിക്സ് മുതൽ ഓർഡർ ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിനും കിട്ടുന്നതായിരിക്കും. കൂടാതെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.